ഹലോ ട്രേഡേഴ്സ്, ട്രേഡിംഗ് ടാറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കറൻസികളുടെ കഥ പറയുന്ന വീഡിയോ സീരീസിന്റെ 4ാമത്തെ പാർട്ടിലേക്കാണ്. അപ്പൊ ഇതിന്റെ തൊട്ട് മുന്നിലുള്ള വീഡിയോസ് കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായും കാണാം. അതിന്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ അതിന്റെ ഇൻട്രോഡക്ഷൻ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഗൂഗിളിൽ വെറുതെ അടിച്ചു കൊടുക്കുക, ഫിൻവിസ് എന്ന് അടിച്ചു കൊടുക്കുക. അത് നമ്മൾ റീഡയറക്ട് ചെയ്തിട്ട് ഫിൻവിസിന്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് എത്തും. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഇവിടെ സ്റ്റോക്സിന്റെ കുറെ ഡീറ്റെയിൽസ് ഉണ്ട്, ടോപ്പ് ഗെയിനേഴ്സ് ഉണ്ട്, ടോപ്പ് ലൂസേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എല്ലാ സെക്ടേഴ്സിനെ കുറിച്ചിട്ട് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കുന്നുണ്ട്. ടെക്നോളജി ഉണ്ട്, നമ്മൾ അതേപോലെ ഹെൽത്ത് കെയർ, ഇൻഡസ്ട്രിയൽ, ഫിനാൻഷ്യൽ ആയിട്ടുള്ളത്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ സർവീസ്, റിയൽ എസ്റ്റേറ്റ്, യൂട്ടിലിറ്റീസ്, ബേസിക് മെറ്റീരിയൽസ്, എനർജി, അങ്ങനെ ഒരുവിധ എല്ലാ കാര്യങ്ങളും ഈ സ്ക്രീൻ ആൻഡ് ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ക്രിപ്റ്റോനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ ക്രിപ്റ്റോനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഓവറോൾ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസും കൂടെ അറിയാൻ പറ്റും. SRP, ലൈറ്റ് കോയിന്, അതൊക്കെ US ഡോളറിനായിട്ടുള്ള പെർഫോമൻസിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇത് ഓരോ സ്ട്രെങ്തനിങ്. എത്തീരിയം വളരെ സ്ട്രോങ് ആണ്. അതിന് താഴെ BTC ഉണ്ട്. നമുക്ക് അറിയേണ്ടത് ഫോറക്സിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ തൊട്ടപ്പുറത്ത് നമ്മൾ ഫോറക്സിന്റെ ലൈറ്റ് കിടക്കുന്നത്. ആ ഫോറക്സിന്റെ ലൈറ്റിനെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഫോറക്സിന്റെ ചാർട്ടാണ് നമ്മുടെ മുന്നിലേക്ക്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടറിയാം ഒരു ഫുൾ റെഡിഷ് -69% ക്രൂഡ് ഓയിൽ ഇടിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ക്രൂഡ് ഓയിൽ ഇടിഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ മെമ്മറിയിലേക്ക് എന്താ ഫസ്റ്റ് വരുന്നത്? കമ്മോഡിറ്റി കറൻസികളിൽ പെട്ടിട്ടുള്ളതാണ്. കമ്മോഡിറ്റി കറൻസികളിൽ ക്രൂഡ് ഏറ്റവും കൂടുതൽ ലിങ്ക് ആയി കിടക്കുന്നത് കാനഡിയനായിട്ടാണ്, കനേഡിയൻ ഡോളറായിട്ടാണ്. അപ്പൊ നമുക്ക് സ്ക്രോൾ ചെയ്താൽ മനസ്സിലാവും കനേഡിയൻ ഡോളറിന്റെ വീക്ക്നെസ്സും കൂടെ കാണാം. ഓക്കെ, അതുപോലെ തന്നെ NST, അതിന് തൊട്ട് താഴെ 0.11% AUD ഉണ്ട്, GBP ഉണ്ട്, യൂറോ ഉണ്ട്, CHF ഉണ്ട്, ഡോളർ US ഡോളറിനെ ജീവിച്ചിട്ടാണ് ഈ പെർഫോമൻസ് നമുക്ക് കാണിക്കുന്നത്. നെഗറ്റീവിൽ നിൽക്കുന്നത് ജാപ്പനീസ് യെൻ ആണ്. ഓക്കെ, നമുക്ക് അതിന്റെ ഒരു ധാരണ കിട്ടിയില്ലേ? ഇവിടെ നോക്കി നമുക്ക് മനസ്സിലാവും യൂറോ USD. യൂറോ USD നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ കറൻസി പെയറിൽ പഠിച്ചു. യൂറോ ബേസ് കറൻസിയാണ്, USD കൗണ്ടർ കറൻസിയാണ്. ഇതിന്റെ അവസ്ഥ എന്താ? യൂറോ 0.06% US ഡോളറിനായിട്ട് ചാർട്ട് ഒരു അപ് ട്രെൻഡിലാണ്. ഒരു ചാർട്ടിൽ മീഡിയം ഒരു ബുള്ളിഷ്നെസ് ആണ്. മീഡിയം ബുള്ളിഷ്നെസ് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു ബ്ലാക്കിലാണ് കിടക്കുന്നത്. ഇപ്പൊ നമ്മൾ AUD USD അതൊരു മീഡിയം ബുള്ളിഷ് ആണ്. ഇപ്പൊ BTC USD അത് അൾട്രാ ബുള്ളിഷ് ആണ്. നമുക്ക് ഓരോ കളർ വെച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ യൂറോ USDയുടെ ചാർട്ട് എന്താ? +0.07% ഗ്രോത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ എന്തൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും? യൂറോ സ്ട്രോങ് ആണ്, USD വീക്ക് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ചെറിയൊരു പെർസെന്റേജിലെ വ്യത്യാസമുള്ളൂ. നമുക്കത് ബേസിക് അനലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നോക്കാം. യൂറോ വീക്ക് ആണ്, വീക്ക് മാറ്റി. നമ്മൾ അടുത്ത കറൻസി എടുക്കും GBP USD. GBPയുടെ ബേസ് കറൻസി ഏതാണ്? ചാർട്ടിന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ബേസ് കറൻസി. നമ്മുടെ ഈ ചാർട്ടിന് റെപ്രസെന്റ് GBP ആണ്, 0.10%. അപ്പൊ US ഡോളർ എന്താ? വീക്ക് ആണ്, വീക്ക്. അപ്പൊ യൂറോ വീക്ക് ആണ്, GBP USDയിലും USD വീക്ക് ആണ്. നമ്മൾ അടുത്ത ചാർട്ട് നോക്കാം. USD JPY +0.00. ഈ ചാർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആരാ? US ഡോളറാണ്. US ഡോളറാണ് ബേസ് കറൻസി. അപ്പൊ നമുക്ക് ന്യൂട്രൽ മാറ്റിയാൽ എന്നെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ 3 കറൻസി എടുത്ത് നോക്കി. യൂറോ വീക്ക് ആണ്, GBP വീക്ക് ആണ്, USD JPY ന്യൂട്രൽ ആണ്. US ഡോളർ CAD, ഇതിൽ ബേസ് കറൻസി എന്താണ്? USD ആണ്. അപ്പൊ ഇതിന്റെ പെർസെന്റേജ് ന്യൂട്രൽ ആണ്. അപ്പൊ ഈ ചാർട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് USD-യിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ന്യൂട്രൽ മാറ്റിയാം. അപ്പൊ ഇപ്പൊ നമ്മൾ 4 കറൻസി പെയർ എടുത്തത് US ഡോളർ വീക്ക് ആണ്, US ഡോളർ വീക്ക് ആണ്, 2 കറൻസികളായിട്ട് ന്യൂട്രൽ ആണ്. അടുത്ത കറൻസി പേര് എടുക്കുക USD CHF. USD CHF എടുക്കുക. USD CHF-ന്റെ അവസ്ഥ എന്താ? ഇപ്പൊ ഇതിലേക്ക് ബേസ് കറൻസി ഏതാ? US ഡോളറാണ്. US ഡോളറാണ് നമ്മുടെ ചാർട്ടിന്റെ റെപ്രസെന്റ്. കൗണ്ടർ കറൻസിയാണ് CHF. +0.03% ആണ്. അപ്പൊ നമുക്ക് USDക്ക് ചെറിയൊരു സ്ട്രോങ് ഉണ്ട്. അടുത്ത ചാർട്ട് നോക്കി. AUD USD ഡോളറാണ് ബേസ് കറൻസി. ചാർട്ടിൽ റെപ്രസെന്റ് ഓസ്ട്രേലിയൻ ഡോളറാണ്. ഓസ്ട്രേലിയൻ ഡോളർ US ഡോളറിനായിട്ടും +0.09% സ്ട്രോങ് ആണ്. അപ്പൊ US ഡോളർ വീക്ക്നെസ് ആണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് വീക്ക് മാറ്റാം. നമുക്ക് അടുത്ത പേരെടുക്കാം NST USD. NST USD എന്താ? ബേസ് കറൻസി ഏതാ? ഒന്ന് ആലോചിച്ച് നോക്കി. ബേസ് കറൻസി NST ആണ്. ചാർട്ടിനെ റെപ്രസെന്റ് NST ആണ്. അപ്പൊ NST USD +0.10% ആണ്. അതിനർത്ഥം എന്താ? US ഡോളർ വീക്ക് ആണ്. അപ്പൊ നമ്മളിപ്പോ എടുത്ത 1 ബേസില് 1, 2, 3, 4 കറൻസി നമ്മൾ പറയുന്നത് US ഡോളർ വീക്ക് ആണ്. 2 കറൻസികൾ പറയുന്നത് ന്യൂട്രൽ ആണ്. പിന്നെ ഒരു കറൻസി സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഓവറോൾ അനലൈസിങ് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കൊന്ന് താഴോട്ട് വരാം.
താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ $100 സ്ട്രോങ് ആണ്. അതിന് തൊട്ട് താഴെ GBP ഇരിക്കുന്നുണ്ട്, അതിന്റെ തൊട്ട് താഴെ AUD, അതിനുശേഷം യൂറോ, അതിനുശേഷം CAD USD ഓൾമോസ്റ്റ് സീറോയിലാണ്. എന്നാലും ജാപ്പനീസ് യെന് -0.01%, CHF -0.03%. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ, NST ആണ് വളരെ സ്ട്രോങ്, CHF വളരെ വീക്ക്. അപ്പൊ നമുക്ക് NST CHF ന്റെ ചാർട്ട് നോക്കി എങ്ങനെയാണ് മാർക്കറ്റ് ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ നോക്കാം. NST CHF. ഇപ്പൊ NST CHF ന്റെ ചാർട്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ബേസ് കറൻസി ഏതാ, NST ആണ്. NST സ്ട്രോങ് ആണ്. ഓക്കെ. CHF വളരെ വീക്കാണ്. വളരെ വീക്ക് എന്ന് പറയാനായിട്ടെങ്കിലും വീക്കാണ്. അപ്പൊ എന്താ ചാർട്ട് ഉണ്ടാവുക, ചാർട്ട് അപ് ട്രെൻഡിലായിരിക്കും. ചാർട്ട് നോക്കുമ്പോൾ കാരണം നമ്മുടെ ചാർട്ടിന്റെ റെപ്രസെന്റ് ന്യൂസിലാൻഡ് ഡോളറാണ്, കൗണ്ടർ കറൻസിയാണ് CHF. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ചാർട്ട് അപ് ട്രെൻഡ് ആയി. അപ്പൊ നമുക്ക് നമ്മുടെ MT4 പോയിട്ട് എന്താണ് NST CHF ന്റെ അവസ്ഥ നോക്കാം. NST USD നമുക്ക് നമ്മുടെ MT4 പോയി ചെക്ക് ചെയ്യാം. അപ്പൊ ഒരു ബിഗിനർക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് സൈറ്റ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. കാരണം എന്ന് വെച്ചാൽ വന്ന് മാർക്കറ്റിന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാനും മാർക്കറ്റിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാനും വീക്ക് ആയിട്ടുള്ള കറൻസി ഏതാണെന്നും സ്ട്രോങ് ആയിട്ടുള്ള കറൻസി ഏതാണ്, സ്ട്രോങ്ങും വീക്ക് പറഞ്ഞാലാണ് നമുക്കൊരു നല്ലൊരു കറൻസി പേര് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. NST സ്ട്രോങ് ആണ്, USD വീക്ക് ആണ്. അപ്പൊ ഇങ്ങനെ സ്വാഭാവികമായിട്ടും ചാർട്ട് മുകളിലോട്ട്. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ വിൻവിൻസിനെ എടുക്കുന്നത്. വിൻവിൻസ് ഒരു ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് ഒരു ട്രേഡ് സ്ട്രാറ്റജി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു അബ്സല്യൂട്ട് ബിഗിനർക്കും ഒരു ഇന്റർമീഡിയറ്റ് ആൾക്കും ഈസി ആയിട്ട് മാർക്കറ്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. നമ്മളൊരു ബ്ലൈൻഡ് ആയിട്ട് ഒരു സ്ട്രാറ്റജിയും ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യരുത്. നമ്മൾ മാനുവൽ ആയിട്ട് സ്ട്രെങ്ത് ചാർട്ടുകൾ അനലൈസ് ചെയ്ത് കറൻസിയുടെ കോറിലേഷൻ കണ്ടെത്തിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. പക്ഷെ ഒരു ബിഗിനർക്ക് ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ് നമ്മുടെ കറൻസി കഥകൾ എന്ന് പറയുന്നത്. ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീഡിയോ സീരീസ് ആണ്. അപ്പോ അവർക്കൊരു ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഒരു ഫിൻവിസ് ഉപയോഗിച്ച് എങ്ങനെ നിങ്ങൾക്ക് ഒരു മാർക്കറ്റിൽ നല്ലൊരു ട്രേഡ് എടുക്കാമെന്നും ഒരു മാർക്കറ്റിന്റെ ഡയറക്ഷൻ എടുക്കാമെന്നും നമുക്ക് ഈ വീഡിയോ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ മറ്റു അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന വീഡിയോകളിലൂടെ നമുക്ക് സംസാരിക്കും. ഇന്ന് തൊട്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രേഡ് എടുക്കാൻ പോകുന്നതിന് മുന്നേ ഫിൻവിസ് ചെക്ക് ചെയ്യുക, മാർക്കറ്റിന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാം, ഓരോ കറൻസിയുടെ ഡയറക്ഷൻ മനസ്സിലാക്കാം. അപ്പൊ നമുക്കൊരു എഡ്ജിൽ നിന്ന് ട്രേഡ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കും. അപ്പൊ നമ്മുടെ എഡ്ജ് ഒന്നുകൂടി ഷാർപ്പ് ആക്കിയിട്ട് നല്ല കറക്റ്റ് ആയിട്ടുള്ള ട്രേഡ് നമുക്ക് എടുക്കാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായും ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യും. വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ യൂട്യൂബ് അൽഗോരിതം നമ്മുടെ വീഡിയോസിനെ പ്രൊമോട്ട് ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്കതൊരു ഉപകാരമായിരിക്കും. അടുത്ത കറൻസി പേഴ്സ് ഇതിപ്പോ നമ്മൾ നോക്കുമ്പോൾ GBP വിൽക്കായിരുന്നു, GBP ഫ്രണ്ടിലേക്ക് വരുന്നു. അപ്പൊ നമുക്ക് GBP JPY ചെക്ക് ചെയ്തു. ഈ കറൻസി സ്ട്രെങ്ത് മീറ്റർ വെച്ച് എങ്ങനെ മാർക്കറ്റിനെ റീഡ് ചെയ്യാമെന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു +20, അതേപോലെ -20 അങ്ങനെയൊക്കെ ആവുമ്പോ നമുക്ക് 20 വെക്കുന്നത് 0.20, അതൊക്കെയാണ് ഒരു ഏവറേജ് സ്ട്രെങ്ത്. ഇപ്പൊ എല്ലാവരും ഏറെക്കുറെ ന്യൂട്രലാണ് എല്ലാ പേഴ്സും. എങ്ങനെ നമുക്ക് ഈ വിൻവിസിനെ നമുക്ക് നമ്മുടെ ചാർട്ടിൽ അപ്ലൈ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ നോക്കിക്കാം. GBP 0.16%, JPY -0.04% ആണ്. GBP JPY ചാർട്ടാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ്. കാരണം US ഡോളർ GBP സ്ട്രോങ് ആണ്. GBP ആണ് നമ്മുടെ ബേസ് കറൻസിയാണ് നമ്മുടെ ചാർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. GBP സ്ട്രോങ് ആണ്. GBP സ്ട്രോങ്ങും യെന് വീക്കും ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ചാർട്ട് മുകളിലോട്ട് പോകുന്നത്. ഒരു ബിഗിനർ മാർക്കറ്റിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് മാർക്കറ്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതിന് ബുദ്ധിമുട്ട് ഏത് വീക്ക് ആയിട്ടുള്ള കറൻസി ഏതാണ്, സ്ട്രോങ് ആയിട്ടുള്ള കറൻസി ആണ്, അത് കണ്ടുപിടിക്കുമ്പോഴാണ് നല്ലൊരു കറൻസി ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, മാർക്കറ്റിന്റെ ഡയറക്ഷൻ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് വിൻവിസ് എന്നുള്ള ഈ സ്റ്റോക്സ് വഴി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഏത് കറൻസി പെയർ ഏത് സമയത്ത് എടുക്കണം എന്നുള്ള ഒരു ധാരണ നമുക്ക് ഇതുവഴി ലഭിക്കും. ഓക്കെ.
Keword.